ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ വൈഫൈ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ മിക്ക ആൾക്കാരുടെയും വീട്ടിലാണെന്നുണ്ടെങ്കിൽ വൈഫൈ മോഡം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വൈഫൈ കണക്ഷൻസ് അത് പല പ്രൊവൈഡേഴ്സിൻ്റെയും, നമ്മുടെ ഏഷ്യാനെറ്റ്, BSNL, കേരള വിഷൻ, അങ്ങനെ തുടങ്ങി ഒത്തിരി നെറ്റ്വർക്കുകളുടെ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇതിന് സ്പീഡ് ഭയങ്കരമായിട്ട് ഇഷ്യൂ വരുന്നൊരു ഇത്. കാരണം വൈഫൈക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ചിലപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 60 MB പ്ലാൻ ഒക്കെ എടുത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 60 MB കിട്ടുന്നില്ല. ഒരു 10 MB അല്ലെങ്കിൽ ഒരു 4 MB ആ ഒരു സ്പീഡേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ 100 MB/s എടുത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 MB താഴെ കിട്ടുന്നുള്ളൂ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് സ്പീഡ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. അപ്പം കോമൺ ആയിട്ട് ഇപ്പം വരുന്നൊരു കാര്യമാണ് ഈ സ്പീഡ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും വൈഫൈ പ്രൊവൈഡേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്താലും അതിന് നമ്മൾ കറക്റ്റായിട്ടൊരു ഇത് അവരിൽ നിന്ന് കിട്ടത്തില്ല. പല പ്രൊവൈഡേഴ്സിനും ഇത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതിനെല്ലാം നമുക്ക് ഈസി ആയിട്ടൊരു സൊല്യൂഷനാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ മോഡം അതിലേക്ക് കിട്ടുന്ന വൈഫൈയുടെ സിഗ്നൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം വൈഫൈ പ്രൊവൈഡേഴ്സിനോട് തന്നെ പറഞ്ഞ്, അല്ലെ ഏതെങ്കിലും ഒരു ഇതുപോലെ കേബിളിംഗ് ടെക്നീഷ്യനെ വിളിച്ചിട്ട് ഇതുപോലെ ചോദിക്കുക, ഇതിൻ്റെ സിഗ്നൽ എത്രയാണ് ഔട്ട്പുട്ട് വരുന്നത്, ഇൻപുട്ട് വരുന്ന സിഗ്നൽ എത്രയാണെന്ന് നിങ്ങൾ അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. അത് ഒപ്റ്റിലിങ്ക് മീറ്റർ ഉണ്ട്. ഒപ്റ്റിലിങ്ക് മീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ സിഗ്നൽ നമുക്ക് അളക്കാൻ പറ്റും. അങ്ങനെ അത് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിഗ്നൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഫൈയിൽ ഒരു പരിധി വരെയും സ്പീഡ് ഇഷ്യൂവിൽ ഏറെക്കുറെ നമുക്കൊരു പരിഹാരമാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു -15 to -26 ഒരു സിഗ്നൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളും എല്ലാം ആ ഒരു മോഡം നമുക്ക് തരുന്നതായിരിക്കും. അപ്പം മിക്കവാറും പല മോഡങ്ങളും പല ഇതിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ചില മോഡങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു -30 വരെയും എടുക്കും, ചിലത് 30 കഴിഞ്ഞാലും ചിലപ്പോൾ എടുക്കും. അങ്ങനെയൊക്കെ ഓരോ ബ്രാൻഡിനനുസരിച്ച് വേരിയേഷൻ വരും. എന്നാലും കോമൺ ആയിട്ട് എല്ലാ മോഡവും അത്യാവശ്യം നല്ല സ്പീഡ് തരുന്നൊരു സിഗ്നലിൻ്റെ ഒരു ഇടയ്ക്കൊരു ഇത് നിൽക്കുന്ന ഒരു പോയിന്റാണ് -15 to -26 എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിൽക്കുന്ന ഒരു സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തുക. അത് നമുക്ക് അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഔട്ട്സോഴ്സിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യിപ്പിക്കാനും പറ്റും. അപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യുന്ന കാര്യം, ഈ സിഗ്നൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ ഒരു ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എന്നാൽ രണ്ടാമതായിട്ടൊരു ഓപ്ഷനുണ്ട്. ഇത് കിട്ടുന്നുണ്ട്, ഇത്രയും സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ഈ ഒരു പ്രശ്നം തന്നെ ഫേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ മോഡ് ഓൺ ആക്കിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കണ്ടിന്യൂ ആയിട്ട് ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ ക്യാമറയൊക്കെ കണക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ആയിട്ട് ഓൺ ആക്കിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് ഈ ഒരു ചില മോഡങ്ങളിൽ, എല്ലാ മോഡങ്ങളെയൊന്നും പറയുന്നില്ല, ചില ബ്രാൻഡിൻ്റെ ചില മോഡങ്ങളിൽ ഈ ഒരു ഇഷ്യൂ കണ്ടുവരും. കണ്ടിന്യൂ ഓൺ ആയി കിടക്കുന്ന മോഡങ്ങളിൽ അതിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് ബൂസ്റ്റ് ആയി വരും. അപ്പം നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു മോഡത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സിഗ്നൽ അല്ലെ ആവശ്യമായിട്ടുള്ള സ്പീഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മോഡത്തിനെ റീകോൺഫിഗർ ചെയ്യുക. മോഡത്തിനെ റീകോൺഫിഗർ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒന്നുകൂടെ പുതിയൊരു ഇതിലേക്ക് അങ്ങ് വരും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സ്പീഡും കാര്യങ്ങളും എല്ലാം നല്ലപോലെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സ്പീഡും കാര്യങ്ങളും എല്ലാം കിട്ടും, എല്ലാം ചെയ്യും. പക്ഷേ കഴിവതും നിങ്ങൾ തന്നെത്താൻ റീകോൺഫിഗർ ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് മോഡത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവർ തരുന്നൊരു ID കാണും. ആ ID വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നെറ്റ് കൂടെ കട്ടാവുന്നതായിരിക്കും. അപ്പം കഴിവതും അവരെ കൊണ്ട്, നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിനെ കൊണ്ട് തന്നെ ഇത് റീകോൺഫിഗർ ചെയ്യിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ മോഡത്തിൻ്റെ അത്യാവശ്യമുള്ള സ്പീഡ് ഇഷ്യൂവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒന്നുകൂടെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ മിക്കവാറും ഇപ്പോഴത്തെ മോഡങ്ങൾ, പണ്ടുള്ള മോഡങ്ങളിലല്ല, ഇപ്പോഴത്തെ മോഡങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, മോഡത്തിൽ 2G എന്നും 2.4G എന്നും അതുപോലെ 5G എന്നും എഴുതിയേക്കും. അപ്പം നമുക്ക് അത് പലർക്കും ഇപ്പോഴും അറിയില്ല, അത് എന്താ സംഭവം എന്ന് അറിയത്തില്ല. 2.4G എന്ന് പറഞ്ഞാൽ നമുക്ക് റേഞ്ച് കൂടുതലായിരിക്കും, റേഞ്ച് നല്ല രീതിയിൽ കിട്ടും. എന്നാൽ അതിൽ ഒരു 60 MB വരെയുള്ള സ്പീഡേ നമുക്ക് ആ 2.4G കണക്ട് ചെയ്താൽ കിട്ടത്തുള്ളൂ.
5G കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ അപ് ടു 100 MB നമുക്ക് വൈഫൈയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 5G തന്നെ കണക്ട് ചെയ്യണം. അതും നമ്മുടെ ഇരിക്കുന്ന മോഡം ഏതാ, നമ്മൾ ഡുവൽ ബാൻഡ് മോഡം വെക്കാതെ സിംഗിൾ ബാൻഡ് മോഡം മാത്രം വെച്ചിട്ട് നമ്മൾ പ്ലാൻ എത്ര കൂട്ടിയാലും നമുക്ക് വൈഫൈ ലൈൻ അനുസരിച്ചുള്ള സ്പീഡ് കിട്ടത്തില്ല. സിംഗിൾ ബാൻഡ് മോഡത്തിൽ ഒരു 60 MB വരെയൊക്കെ ഉള്ളൂ നമുക്ക് കോമൺ ആയിട്ടും കിട്ടുന്ന ഒരു പ്ലാനും അല്ലെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡുവൽ ബാൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. താങ്ക്